എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തരിച്ചു എന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും വലിയ രീതിയിൽ ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട്. പലരും ഇത് സത്യമാണോ എന്നറിയാൻ ആകാംക്ഷയോടെ തിരയുകയാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? ഈ വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക, എങ്കിൽ മാത്രമേ ഇതിന് പിന്നിലെ ചതിക്കുഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ആദ്യമേ പറയട്ടെ, റൊണാൾഡ് ട്രംപ് അന്തരിച്ചു എന്ന വാർത്ത പൂർണ്ണമായും വ്യാജമാണ്. ഇതൊരു തെറ്റായ പ്രചാരണം മാത്രമാണ്. സാധാരണഗതിയിൽ ഒരു വലിയ നേതാവ് അന്തരിക്കുമ്പോൾ ലോകത്തെ പ്രമുഖ വാർത്താ ഏജൻസികളായ BBC, CNN തുടങ്ങിയവരെയൊക്കെ അത് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരമൊരു വാർത്ത ഒരു ആധികാരിക മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില വിദേശ വെബ്സൈറ്റുകളെയും വ്യാജ സ്ക്രീൻഷോട്ടുകളെയും അടിസ്ഥാനമാക്കിയാണ് ഈ നുണ പ്രചരിക്കുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകാനും വേണ്ടിയാണ് ഇത്തരം വാർത്തകൾ ചിലർ പടച്ചുവിടുന്നത്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് റൊണാൾഡ് ട്രംപ് പൂർണ്ണ ആരോഗ്യവാനാണ്. 2026 ഏപ്രിൽ മാസത്തിലെ ഈ സാഹചര്യത്തിൽ അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ട്രൂത്ത് സോഷ്യൽ എന്ന തന്റെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഇന്നും സജീവമായി പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുതിയ നീക്കങ്ങളെക്കുറിച്ചും ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇന്നും സംസാരിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള രാഷ്ട്രീയ തർക്കങ്ങളിലും മറ്റും അദ്ദേഹം ഇപ്പോഴും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചരിക്കുന്ന വാർത്തകളിൽ യാതൊരു കഴമ്പുമില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തുകൊണ്ടാണ് ട്രംപിനെതിരെ ഇത്തരമൊരു വ്യാജ വാർത്ത വരുന്നത് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനു മുൻപ് പലതവണ അദ്ദേഹത്തിന്റെ പേര് ഡെത്ത് ഹോക്സ് വന്നിട്ടുണ്ട്. രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയോ ആയിരിക്കാം ഇതിന്റെ പിന്നിൽ ഈ പ്രധാന ഉദ്ദേശം. കൂടാതെ ട്രംപിനെ പോലെ ഒരു വലിയ വ്യക്തിത്വത്തെക്കുറിച്ച് ഇത്തരമൊരു സെൻസേഷൻ വാർത്ത നൽകുമ്പോൾ അത് നിമിഷങ്ങൾക്കകം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ കാണുമെന്നും അതിലൂടെ വലിയ രീതിയിൽ പണം സമ്പാദിക്കാനുമെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ കരുതുന്നു. അവരുടെ വ്യൂസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണിത്. ഇതുപോലുള്ള വലിയ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു വാർത്ത ലഭിച്ചാൽ ഉടൻ തന്നെ അത് ഷെയർ ചെയ്യാതെ അതിന്റെ ഉറവിടം എവിടെയാണെന്ന് പരിശോധിക്കാൻ തയ്യാറാകണം. ഗൂഗിളിൽ ഇന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. ട്രംപിന്റെ കുടുംബമോ അദ്ദേഹത്തിന്റെ വക്താക്കളോ ഇത്തരമൊരു കാര്യം സ്ഥിരീകരിച്ചിടത്തോളം കാലം ഇത് വെറും കെട്ടുകഥ മാത്രമാണ്. അധികാരത്തിലെത്താത്ത വെബ്സൈറ്റുകളിലും വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്തും ഇത്തരം അപകടകരമായ വാർത്തകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ചുരുക്കത്തിൽ റൊണാൾഡ് ട്രംപ് അന്തരിച്ചു എന്ന വാർത്തയിൽ 1% പോലും സത്യമില്ല. അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളുമായി സജീവമായി രംഗത്തുണ്ട്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് വഴി സമൂഹത്തിന് അനാവശ്യമായ ഭീതിയും ആശയക്കുഴപ്പവും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർ ഇപ്പോഴും ഈ വാർത്ത സത്യമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകൾ തടയാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ പുതിയ വാർത്തകൾക്കും ഇതുപോലുള്ള ഫാക്ട് ചെക്കുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.